പണ്ട് നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ റോഡരികിലെ ചായക്കടയിലെ ചില്ലറമാരെയും നമ്മളെയും നോക്കിയിരിക്കുന്ന സുഖിയനും സമൂസയും നെയ്യപ്പവും പഴംപൊരിയും എല്ലാം കാണുമ്പോൾ നമ്മളുടെ നാവിലൂടെ കപ്പലോടിക്കാവുന്ന അത്രയും വെള്ളമുണ്ടാകും. പക്ഷെ നമുക്കറിയാം, നമ്മളുടെ വീട്ടിൽ ഇന്നത് വാങ്ങിച്ചു തരാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലെന്ന സത്യം. എന്നാലും ആ കൊതിയെ അയവിറക്കിക്കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് നടക്കുമ്പോൾ നമ്മളുടെ വീടിന്റെ അടുക്കളയിൽ നിന്നും ഉയരുന്ന പുക കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം, ആ ഇല്ലായ്മകളിലും നമ്മളുടെ അമ്മ നമുക്കായി എന്തോ പലഹാരം ഉണ്ടാക്കുന്നു എന്നത്. അമ്മയുടെ പലഹാരങ്ങൾക്ക് അത്രമേൽ കൊതിയില്ല, ആഗ്രഹങ്ങളില്ല എങ്കിലും അമ്മ സ്നേഹത്തിൽ ചാലിച്ച് അത് നമ്മളുടെ മുമ്പിലേക്ക് തരുമ്പോൾ നമ്മളത് കൊതിയോടെ തന്നെ കഴിക്കും. വൈകുന്നേരങ്ങളിൽ നോക്കത്താതെ ഒരുത്ത് കണ്ണുനിട്ട് നമ്മൾ അച്ഛനെയും നോക്കിയിരിക്കുമ്പോൾ അന്നത്തെ പണി കഴിഞ്ഞ് വെട്ടി വീർത്ത് അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ അന്നുടത്തെ കരിമുണ്ടിന്റെ മടിക്കുത്തിൽ ഏതോ ദിവസത്തെ പത്രത്തിൽ പൊതിഞ്ഞ പലഹാരം നമുക്ക് മുമ്പിലേക്ക് നീട്ടുമ്പോൾ നമ്മൾക്ക് അച്ഛനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ കവിളത്തിൽ ഉമ്മ കൊടുക്കാൻ തോന്നും. അത് തുറക്കുമ്പോൾ കാണുന്നതോ അന്ന് വൈകുന്നേരം നമ്മൾ ആ ചായക്കടയിൽ കണ്ട് കൊതിച്ച് മോഹിച്ച ആ സുഖിയനും സമൂസയും പഴംപൊരിയും എല്ലാം. എന്താണെന്നറിയില്ല, അന്ന് കിട്ടിയ ആ കൊതിയും സ്നേഹവും സന്തോഷവും ആഗ്രഹങ്ങളൊന്നും ഇത് നമുക്ക് തോന്നുന്നില്ല എന്നത് ഒരു സത്യമായ കാര്യമാണ്. ഒരുപക്ഷെ ഇന്ന് നമുക്കതെല്ലാം വാങ്ങിക്കുവാനുള്ള സാമ്പത്തികമുണ്ടാകാം, പണമുണ്ടാകാം. പക്ഷെ നമ്മളത് വാങ്ങിച്ചാലും, അതുമാത്രമല്ല എന്തൊക്കെ ആഗ്രഹിച്ച് വാങ്ങിച്ചാലും അതിലൊന്നും ഒരു സംതൃപ്തി കിട്ടുന്നില്ല എന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ കുറെ ആലോചിച്ചു, ഒരുപക്ഷെ ഇന്നത്തെ തലമുറ പിറന്നു വീഴുന്നത് തന്നെ പൂർണ്ണ സൗഭാഗ്യങ്ങളായതുകൊണ്ടാകാം ആ കൊതിയും ആഗ്രഹങ്ങളും ഒന്നും ഇന്നില്ലാത്തത്. കുറേയൊക്കെ കഷ്ടപ്പാടറിഞ്ഞ് ജീവിച്ചാൽ തന്നെ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും. സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവും നമ്മൾ സ്വയം ആർജിക്കും.